നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ അന്തിമ വിധി പറയുന്നത് ഈ മാസം 13-ലേക്ക് മാറ്റി. കേസിൽ വാദം കേട്ട അതിവേഗ കോടതി ജഡ്ജിയുടെ അനാരോഗ്യം കാരണമാണ് മാറ്റിയത്. അന്ധവിശ്വാസത്തിൽ ആദ്യം അയൽവാസിയായ സ്ത്രീയെയും പിന്നീട് ജാമ്യത്തിലിറങ്ങി ഭർത്താവിനെയും അമ്മയെയും വെട്ടിക്കൊന്ന കേസിൽ ഏകപ്രതിയായ ചെന്താമരയുടെ വിചാരണ കഴിഞ്ഞയാഴ്ച പൂർത്തിയായി. കേരളത്തെ നടുക്കിയ കൊലപാതക പരമ്പരയുടെ വിചാരണ പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി ജഡ്ജി കെനത്ത് ജോർജ് പൂർത്തിയാക്കി. 2026 രണ്ടാം മാസം 26-ന് ആരംഭിച്ച വിചാരണ 4 മാസം കൊണ്ടാണ് അതിവേഗ കോടതി പൂർത്തീകരിച്ചത്. 81 സാക്ഷികളെ വിസ്തരിച്ചു. ഏകപ്രതിയായ ചെന്താമരയുടെ സഹോദരനും സഹോദരന്റെ ഭാര്യയും ഒരു അയൽവാസിയും ഉൾപ്പെടെ 3 സാക്ഷികൾ മൊഴി മാറ്റിപ്പറഞ്ഞു. ജാമ്യം ലഭിച്ചാൽ ചെന്താമര കൊല്ലുമെന്ന ഭീതിയിൽ കേസിൽ സാക്ഷി പറഞ്ഞ പലരും കേരളം വിട്ട തമിഴ്നാട്ടിലേക്ക് പോയി. 2019 ഓഗസ്റ്റ് 31-നാണ് നാടിനെ നടുക്കി ആദ്യ കൊലപാതകം നടക്കുന്നത്. ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസിയായ സജിതയുടെ കൂടോത്രമാണെന്ന അന്ധവിശ്വാസത്താൽ സജിതയെ ചെന്താമര വെട്ടിക്കൊന്നു. കൃത്യത്തിനു ശേഷം ദിവസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ 2019 സെപ്റ്റംബർ 2-ന് പോലീസ് അറസ്റ്റ് ചെയ്തു. സജിത കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി 2025 ജനുവരി 27-ന് സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തി. ഇരട്ടക്കൊലപാതകത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതിയെ 36 മണിക്കൂറിന് ശേഷം 2025 ജനുവരി 28-ന് രാത്രി പോലീസ് പിടികൂടി. ജാമ്യ കാലയളവ് ലംഘിച്ച പ്രതി സ്വന്തം നാട്ടിലെത്തിയത് അറിഞ്ഞിട്ടും നടപടിയെടുക്കാത്ത പോലീസിനെതിരെ കടുത്ത ജനരോഷമാണ് ഉയർന്നത്. 2025 ഒക്ടോബർ 18-ന് സജിത വധക്കേസിൽ ചെന്താമരയ്ക്ക് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇരട്ട ജീവപര്യന്തവും പിഴയും വിധിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെ നടന്ന ഇരട്ടക്കൊലപാതകം അതീവ ഗൗരവമായി കോടതി പരിഗണിക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ആഗ്രഹിക്കുന്നില്ലെന്ന് ചെന്താമര കൊലപ്പെടുത്തിയ സജിത സുധാകരൻ ദമ്പതികളുടെ മക്കൾ പറഞ്ഞു. കൈരളി ന്യൂസ്, പാലക്കാട്.